ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളെ വയനാട്ടുകാരുടെ സ്പെഷ്യൽ റെസിപ്പിയായ വാക്കലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതെൻ്റെ ഉമ്മാൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോസ് ഫുള്ളായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇതാ ഉമ്മ 1 മണിക്കൂർ മുന്നേ പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കുതിർത്ത് വെച്ച പച്ചരി കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് സാധാ വെള്ളമൊന്നും ഒഴിക്കാതെ ശർക്കരപ്പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം അതിൽ മധുരം ബാലൻസ് ചെയ്യാനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ മാവ് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ചെറിയൊരു തരി ഫീൽ ചെയ്യണം. ആ ഒരു രീതിയിൽ വേണം ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഉമ്മ അരച്ച ആ ഒരു മാവ് മിക്സീൻ്റെ ജാറിൽ നിന്നും വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു ജാറിൽ തന്നെ കഴുകുകയൊന്നും ചെയ്യേണ്ട, ആ ഒരു ജാറിൽ തന്നെ പഴം, ഇതിന് നന്നായിട്ട് പഴം ആവശ്യമുണ്ട്. ഒരു 1/2 കിലോയോളം പഴം എടുത്തിട്ടുണ്ട്. അപ്പം പഴം മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ, ഇതിൽ മസ്റ്റായിട്ടും വേണ്ടൊരു കാര്യമാണ്. അപ്പം പഴം നമ്മൾ സ്കിപ്പ് ചെയ്യരുത്, പഴം എന്തായാലും ചേർത്ത് കൊടുക്കണം. ആ പഴത്തിലേക്ക് കുറച്ച് ബാക്കി ഉണ്ടായിരുന്ന ശർക്കരപ്പാനിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ഇത് നമ്മൾ പഴം അടിച്ചെടുത്തത് അല്ലേ. ഇതിലേക്ക് മൈദ, അത് അളവൊന്നുമില്ലമ്മ, കൈയളവാ. അപ്പോൾ ഉമ്മ ഒക്കെ ഒരു കൈയളവിനാണ് ചെയ്യുന്നത്. അപ്പോൾ 1.5 കപ്പോളം മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂണോളം കടലമാവും കൂടെ ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് നമ്മൾ ഫസ്റ്റ് അടിച്ച് വെച്ച പച്ചരിയും ശർക്കരയും കൂടിയിട്ടുള്ള ആ ഒരു മാവ് ഇതിലേക്ക് ഒഴിച്ച് ഇതുപോലെ ഒന്ന് തിക്കാകുന്ന രീതിയിലുള്ളൊരു മാവാകുന്നത് വരെ മിക്സീൻ്റെ ജാറിലിട്ട് ഒന്നും കൂടെ ഇതൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ വാക്കലപ്പത്തിനുള്ള മാവ് ഈ ഒരു കൺസിസ്റ്റൻസിയിലെല്ലാം കുറച്ചും കൂടെ തിക്കായിട്ട് വേണം അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉമ്മ ഇതാ ബാക്കിയുള്ള നേരത്തെ പച്ചരിയും ശർക്കരയും കൂടെ അടിച്ചെടുത്ത ആ ഒരു മാവിലേക്ക് കുറച്ചും കൂടെ മൈദയൊക്കെ ഇട്ട് ഇതുപോലെ ഒന്ന് തിക്കാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. നമ്മൾ കയ്യിൽ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്നും ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പെർഫെക്ഷൻ കിട്ടില്ല. അതുകൊണ്ടാണ് കൈ കൊണ്ട് തന്നെ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ഇതാ ഉമ്മ ഇതൊരു 2-3 മിനിറ്റോളം ഇതുപോലെ കൈ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ മാവൊക്കെ റെഡിയായതിന് ശേഷം ഉമ്മ വാക്കലപ്പം ചുടാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരപ്പം ചുടുന്നതിന് തന്നെ ഒരു പ്രത്യേക സ്റ്റൈലുണ്ട്. ഈ ഒരു സ്റ്റൈലിൽ വേണം ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ റെഡിയാക്കി വെച്ച മാവ് ഇതുപോലെ കൈൻ്റെ വെള്ളയിലേക്ക് കോരിയെടുത്തതിന് ശേഷം തിളച്ച എണ്ണയിലേക്ക് കൈ ഉപയോഗിച്ച് തന്നെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. അപ്പം ഈ ഒരു വാക്കലപ്പം പണ്ട് പുതിയാപ്പിളാരൊക്കെ വരുന്ന ആ ഒരു സമയത്ത് വടക്കേ വയനാട്ടിൽ പ്രത്യേകിച്ച് പള്ളിക്കൽ ആ ഒരു ഭാഗത്തൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു അപ്പമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്ത് ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. അതിനുശേഷം ഇതിൻ്റെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഈ ഒരു അപ്പം. ഇതിന് കോമ്പിനേഷനായിട്ട് ബീഫും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഇതുപോലുള്ള മറ്റ് റെസിപ്പി വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.